യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും. അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. നഗരം നാശകൂമ്പാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും. കൊട്ടാരം അതിന്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും. അവയിൽ നിന്ന് കൃതജ്ഞതാഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദാരവവും ഉയരും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. തിരുഹൃദയഗീതം 12-ാം ഭാഗം. വയലിലെ ധാന്യ കതിരുകൾ സവിനയം ചായുന്നു എന്നായി ആരാധിക്കുവാൻ. വയലിലെ ധാന്യ കതിരുകൾ സവിനയം ചായുന്നു എന്നെ ആരാധിക്കുവാൻ. കോഴികൾ, പ്രാവുകൾ, തത്തകൾ മുതലായ ഊഴിപ്പരപ്പിലെ ജീവജാലം വീഴ്ച വരുത്താതെ കളകളാരാധന കാഴ്ചവെക്കുന്നെൻ്റെ മുമ്പിലെന്നും. പരിപൂർണമായി ഞാൻ പരിശോധിച്ചിടുന്നു പാരിലെ മാനവ ഹൃദയങ്ങളെ. അധമാ ചിന്താഗതി സംജാതമാക്കുന്ന അകൃത്യങ്ങളഖിലവും അറിയുന്നു ഞാൻ. സാത്വികർ സൽകൃത്യ ഭൂഷിതർ ചൂടിക്കും നിത്യമഹത്വത്തിൻ പൊൻകിരീടം. അനുതാപമില്ലാത്ത പാപികളഖിലവും അനുഭവിച്ചിടും അനുതാപമില്ലാത്ത പാപികളഖിലവും അനുഭവിച്ചിടും നരകശിക്ഷ. അറുദൃഷ്ടർ തീർക്കുന്ന യാർക്കുഴികളിൽ അവർ തന്നെ വീഴും വിലാപത്തോടെ. ഞാൻ എൻ്റെ കാരുണ്യം ചൊരിയുമ്പോൾ മാനവർ ജ്ഞാനസമ്പന്നരായി ശോഭിച്ചിടും. തിട്ടം ഞാൻ പാവപരീക്ഷയ്ക്കു രക്ഷതൻ കോട്ടയാണെന്നു ധരിച്ചിടുക. ഹുങ്കിനും ഡമ്പിനും മിരയായോർമൽ കൃപ. ചങ്കിൻ്റെ മാധുര്യം നുകരുകില്ല. എളിയവർ വിശ്വാസപൂർവം വിളിക്കുന്ന വിളകൾ ഞാൻ സ്നേഹപൂർവം ശ്രവിക്കും. അധമവിചാരങ്ങൾ അധമവികാരങ്ങൾ വജരനിരൂപം പൂണ്ട് അധരപൂടങ്ങളെ മലിനമാക്കും. നാൾക്കുനാൾ ശക്തി പ്രാപിക്കുന്ന തിന്മകൾ നാവിൻ്റെ തുമ്പിൽ നിരനിരക്കും. നീതിയാൽ നിർമ്മിച്ച നിർമ്മല പീഠത്തിൽ നിന്റെ ഇരിപ്പിടം ഭാഗമാക്കൂ. നീതിമാനാരെന്നും നിർവചിച്ചിടുവാൻ നിൻ ജീവിതം തന്നെ സാക്ഷിയാക്കൂ. സത്യവും സാത്വിക വൃത്തിയും സമതായും നിത്യവും നിന്നിൽ നിലനിർത്തിയിടൂ. ഞാനാണ് നിന്റെ അവകാശദായകൻ.
ഞാൻ തന്നെയത്രേ നിൻ പാനപാത്രം. പരിലാളിക്കുന്നായൻ മക്കളെ ഞാനൊട്ടും പാതാളലോകത്ത് തള്ളുകില്ല. പരമസന്തോഷങ്ങൾ ചൊരിയുന്ന സ്വർഗത്തിൽ പരമശേഷമവർ വന്നു ചേരും. ആരൊക്കെ നിവസിക്കുമെൻ്റെ കൂടാരത്തിൽ, അവരൊക്കെ വിശ്രമിച്ചിടുമെന്നിൽ. നീതിയും സത്യവും സ്നേഹവും കരുണയും നിതരാം പുലർത്തുവോർ പാവങ്ങളെ മാറോടണച്ചുമ്മ വയ്ക്കും സുഹൃതികൾ. മാനസം ലളിതമായി നിലനിർത്തിയിടും. ദുഷ്ടജനത്തോടു മനസ്സാലോ വാക്കാലോ കൂട്ടുചേരാതെയകന്നു നിൽപ്പോർ. അന്യായ പലിശയു മതിലാഭശൈലിയും അനുകരിക്കാത്തവർ നീതിനിഷ്ഠർ. കള്ളം പറയാതെ കൈക്കൂലി വാങ്ങാതെ ഉള്ളറ ശുദ്ധമായി സൂക്ഷിപ്പവർ. പുണ്യസമ്പന്നത സജ്ജീകരിച്ചവർ വിണ്ണിലെ പൗരരായി തീർന്നിടുന്നു. മന്നിലെ മാനവ മക്കളിൽ സന്തതം മരിയാംബിക എൻ്റെ പ്രേമമമ്മി. മരുഭൂവിൽ കണ്ടൊരു മേഘവിരിപ്പൂ പോൽ മധുരിമ തൂകുന്ന തണലേകിടും. കപ്പൽ തകർന്നപ്പോൾ കരകാണ കടലിങ്കൽ കൈകൾ തളർന്നങ്ങ് താഴുവോരെ കൈനീട്ടി രക്ഷിച്ച് കരയിലെത്തിക്കുന്നു. കാരുണ്യശാലിനി കന്യാമേരി അമലോത്ഭവ എൻ്റെ അമ്മ തൻ മക്കളെ അമലാത്മജീവിത വരമാരിയാൽ അനുഗ്രഹിച്ചിടുന്നു യതിരറ്റ സ്നേഹത്താൽ അഖില ജനപദ ജനനിയായി. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലവട്ടം മുട്ടി വിളിച്ചിട്ടും ദീർഘനാൾ കാത്തിരുന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും തുറക്കാതിരുന്ന വാതിലുകൾ എല്ലാവർക്കും ഉണ്ടാകും. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് പലവട്ടം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ അടഞ്ഞ ആ വാതിൽ ഒരു തടസ്സമായിരുന്നില്ല, മറിച്ച് സംരക്ഷണമായിരുന്നു എന്നറിയാൻ കാലം കുറച്ചെടുക്കും. ഒരിക്കൽ ദൈവത്തെ പഴിക്കാൻ നമ്മെ നിർബന്ധിച്ച അതേ കാരണങ്ങൾ പിന്നീട് ദൈവത്തിന് നന്ദി പറയാനുള്ള കാരണങ്ങളായി മാറാറുണ്ട്. ചിലപ്പോൾ തുറക്കാത്ത വാതിലുകളും അനുഗ്രഹങ്ങളാണ്. സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടം രാവിലെ മരത്തെ കയറാൻ പോകണോ? ഒരാൾക്ക് വീട്ടിൽ സ്വന്തമായി കുതിരയും ആടും ഉണ്ടായിരുന്നു. ഒരു ദിവസം കുതിരയ്ക്ക് പെട്ടെന്ന് അസുഖം പിടിപെട്ടു. അതിന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെയായി. ഭയന്നുപോയ യജമാനൻ മൃഗഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് കുതിരയ്ക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ നൽകി. എന്നാൽ കുതിര എഴുന്നേറ്റില്ല. ഒരു ദിവസം കഴിഞ്ഞ് താൻ മടങ്ങി വരാമെന്നും അപ്പോഴേക്കും അസുഖം ഭേദമാകുന്നുണ്ടോ എന്ന് നോക്കാമെന്നും പറഞ്ഞ് ഡോക്ടർ മടങ്ങി. അടുത്ത ദിവസം ഡോക്ടർ വീണ്ടും വന്നു. എന്നാൽ കുതിരയുടെ അവസ്ഥയിൽ മാറ്റമുണ്ടായില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. 15 ദിവസത്തിന് ശേഷവും കുതിരയുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു.
ഒടുവിൽ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു: എനിക്കറിയാവുന്ന എല്ലാ മരുന്നുകളും നൽകിക്കഴിഞ്ഞു. ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. എന്നിട്ടും കുതിരയുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ലെങ്കിൽ ഇതിനെ വിഷം നൽകി കൊല്ലേണ്ടി വരും. ഇതെല്ലാം അടുത്തുനിന്ന് ആട് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഡോക്ടർ പോയ ശേഷം കുതിരയുടെ ചെവിയിൽ ഇപ്രകാരം പറഞ്ഞു: നിനക്ക് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നീ ധൈര്യം സംഭരിച്ച് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ നാളെ യജമാനൻ ഡോക്ടറെ വിളിച്ചു വരുത്തി നിന്നെ കൊലപ്പെടുത്തും. ആട് കുതിരയെ പ്രോത്സാഹിപ്പിച്ചു, ധൈര്യം നൽകി, ആത്മവിശ്വാസം പകർന്നു. ഒടുവിൽ കുതിര സർവശക്തിയും എടുത്ത് എഴുന്നേറ്റു നിന്നു. ഇത് കണ്ട യജമാനന് വളരെ സന്തോഷമായി. അയാൾ വീണ്ടും ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു: ഇത് വളരെ അത്ഭുതകരം തന്നെ. നിങ്ങളുടെ കുതിര പൂർണ്ണമായും സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇത് കേട്ട യജമാനൻ വളരെയധികം സന്തോഷിക്കുകയും തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഇപ്രകാരം പറയുകയും ചെയ്തു: എന്റെ 15 ലക്ഷം രൂപ വിലയുള്ള കുതിര സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഞാൻ വിരുന്നൊരുക്കുകയാണ്. ആട് ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ മദ്യം കൊണ്ടുവന്നാൽ മതി. നമുക്ക് വലിയ ആഘോഷമാക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വിജയത്തിനും രക്ഷയ്ക്കും പിന്നിൽ പ്രവർത്തിച്ചവരെ ലോകം തിരിച്ചറിയാറില്ല. യഥാർത്ഥ സംഭാവന നൽകിയവർക്കാണ് പലപ്പോഴും ഏറ്റവും കുറച്ച് അംഗീകാരം ലഭിക്കുന്നത്. ഒരാൾക്ക് വീട്ടിൽ സ്വന്തമായി ഒരു ചിന്ത. നസ്രായനെ തിരിച്ചറിയുമോ? നാടോടിയായ പ്രവാചകൻ, റബ്ബി എന്ന് ജനം വിളിച്ച പ്രബോധകൻ, കരളലിയുന്ന സൗഖ്യദായകൻ, ദേവാലയത്തിലെ അധികാരികളെ വിമർശിച്ച ധീര യുവാവ്. ഇങ്ങനെയാണ് ജനം യേശുവിനെ കണ്ടത്. വേഷമില്ല, സ്ഥാനമില്ല, എന്നിട്ടും വാക്കിന് തീയും നോട്ടത്തിന് കരുണയും. ചിന്തിക്കാം, സത്യം പറയുന്നവനെ നമ്മൾ ഇന്ന് പ്രവാചകനായി കാണുമോ? പ്രശ്നക്കാരനായി മുദ്ര കുത്തുമോ? ദൈവത്തെ തിരയുന്നത് മാളികകളിലാണോ മുറിവേറ്റവൻ്റെ കണ്ണീരിലാണോ? അന്നും ഇന്നും ദൈവം സംസാരിക്കുന്നത് അധികാര കേന്ദ്രങ്ങളിൽ നിന്നല്ല, വഴിയോരങ്ങളിൽ നിന്നാണ്. ഇന്നൊരു നസ്രായൻ കടന്നുപോയാൽ ഞാൻ തിരിച്ചറിയുമോ? ബന്ധം തകരുന്നത് ഒരാൾ വിട്ടുപോകുമ്പോഴല്ല, ഒരാൾക്ക് മറ്റൊരാളോട് കണ്ണീരിൻ്റെ അർത്ഥം അറിയാതെ പോകുമ്പോഴാണ്. ഒരു കുടയ്ക്ക് മഴയെ നിർത്താൻ സാധിക്കില്ല, എന്നാൽ മഴയത്ത് നിൽക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം കൊണ്ട് വിജയം കൈവരിക്കണമെന്നില്ല, എന്നാൽ ജീവിതത്തിൽ എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകുന്നു. നല്ലൊരു ചിന്ത. ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ദിവസം സഹപ്രവർത്തകർക്ക് പാർട്ടി കൊടുക്കുന്നതും ഉപഹാരങ്ങൾ വാങ്ങി മടങ്ങുന്നതുമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ സർവീസ് കാലയളവിലെ അവസാന ദിവസം ഒരു കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പി അവർക്ക് കിടപ്പാടം തിരിച്ചു നൽകി പടിയിറങ്ങുക, അതൊരു ഒന്നൊന്നര വിരമിക്കലാണ്. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നും റിക്കവറി ഓഫീസറായി വിരമിച്ച മേഴ്സി ചെറിയാൻ എന്ന ഈ മനുഷ്യസ്നേഹി ഇന്ന് നാടിനാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ബാങ്ക് റിക്കവറിയുടെ ഭാഗമായി പാവപ്പെട്ട വീടുകളിൽ പോകുമ്പോൾ ആരും അറിയാതെ തൻ്റെ കയ്യിലുള്ള പണം ആ കുടുംബങ്ങൾക്ക് നൽകുന്നത് മേഴ്സി ചെറിയാൻ്റെ ഒരു പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2022 ജനുവരിയിൽ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയ ഒരു നിർധന കുടുംബം ബാങ്കിൻ്റെ അദാലത്തിലേക്ക് എത്തുന്നത്. ബാലുശ്ശേരി പൂത്തൂർ വട്ടത്തെ ജാനുവും മകൾ പ്രമീളയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. എന്നാൽ വിധി അനുകൂലമാകാത്തതിനാൽ തിരിച്ചടവ് മുടങ്ങി. ഒടുവിൽ ബാങ്ക് കേസ് ഫയൽ ചെയ്യുകയും ഇവരുടെ ആകെ സമ്പാദ്യമായ ഭൂമി ലേലം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ റിക്കവറി ഓഫീസറായി എത്തിയത് മേഴ്സി ചെറിയാനായിരുന്നു. അവിടെ കണ്ടത് ജാനുവിൻ്റെ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ. തിരിച്ചടയ്ക്കാൻ ഒരു വഴിയുമില്ലാതെ
ഇരുന്ന് പൊട്ടിക്കരഞ്ഞ ആ അമ്മയെ മേഴ്സി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. താൽക്കാലികമായി ജപ്തി ഒഴിവാക്കി വായ്പ പുതുക്കാനുള്ള ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇവർക്ക് ലോൺ പുതുക്കി നൽകി. പിന്നീട് അങ്ങോട്ട് 4 വർഷത്തോളമായി ആ കുടുംബത്തിൻ്റെ മാസത്തവണകൾ കൃത്യമായി അടച്ചു പോന്നിരുന്നത് മേഴ്സി ആയിരുന്നു. ഈ കാര്യം കൂടെ ജോലി ചെയ്യുന്നവർ പോലും അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ്. താൻ ജോലിയിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാവങ്ങൾ എങ്ങനെ ഈ അടവുകൾ അടച്ചു തീർക്കുമെന്ന ചിന്ത അവരെ അലട്ടി. ഒടുവിൽ തൻ്റെ വിരമിക്കൽ അടുത്തെത്തിയപ്പോൾ ആ കുടുംബത്തിന് ഇനി ബാധ്യതയാകരുത് എന്ന് കരുതി ബാക്കി വന്ന തുക ഒറ്റ തവണയായി അടച്ചു തീർത്തു. ആ ആധാരം കൈകളിൽ നൽകുമ്പോൾ ജാനുവിൻ്റെയും പ്രമീളയുടെയും കണ്ണുകളിൽ നിറഞ്ഞത് നന്ദിയുടെ കണ്ണീരായിരുന്നു. മേഴ്സിയുടെ മനസ്സിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സായുജ്യവും. ബാങ്കിൻ്റെ പണമേടാക്കാൻ വരുന്ന റിക്കവറി ഓഫീസർമാർ വില്ലന്മാരാകുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിൻ്റെ സമാനതകളില്ലാത്ത കാരുണ്യ സ്പർശം കൊണ്ട് മാതൃകയായ മേഴ്സി ചെറിയാന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച പ്രിയപ്പെട്ട മേഴ്സി ചെറിയാന് ഹൃദയം നിറഞ്ഞ വിരമിക്കൽ ആശംസകളും ഭാവി ജീവിതത്തിലെ എല്ലാവിധ നന്മകളും നേരുന്നു. ഒരു ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം കേട്ടുനിന്ന സുഹൃത്ത് മകന്റെ അരികിലേക്ക് നടന്നു ചെന്നു. മകന്റെ ദേഷ്യം കലർന്ന മറുപടി കേട്ട് അമ്മ അകത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. സുഹൃത്ത് മകന്റെ തോളിൽ കൈവച്ച് പതുക്കെ പറഞ്ഞു, "ദാ, നീ ഇപ്പോൾ അമ്മയോട് പറഞ്ഞ ആ നാളെ ഉണ്ടല്ലോ, അത് എല്ലാവരുടെയും ജീവിതത്തിൽ വരണമെന്നില്ല." മകൻ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് സുഹൃത്തിനെ നോക്കി. സുഹൃത്തിന്റെ കണ്ണുകളിൽ ഒരുതരം ശൂന്യത പടർന്നിരുന്നു. അവൻ തുടർന്നു, "നീ നിന്റെ അമ്മയോട് പണിത്തിരക്കുണ്ട്, ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ മാസം വീട്ടിൽ പോയപ്പോൾ അച്ഛൻ എന്റെ മുറിയിൽ വന്ന് ഏറെ നേരം സംസാരിച്ചിരുന്നു. എന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും വർത്തമാനം പറയാനും പുറത്തു പോകാനും അച്ഛൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മീറ്റിങ്ങുകളുടെയും ബിസിനസ് തിരക്കുകളുടെയും ഇടയിൽ ഞാൻ അച്ഛനെ അവഗണിച്ചു. അച്ഛാ, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അച്ഛന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ക്രൂരമായ ഒരു തമാശ പോലെ തൊട്ടടുത്ത പ്രഭാതത്തിൽ അച്ഛൻ എന്നേക്കുമായി ഞങ്ങളെ വിട്ടുപോയി. എനിക്ക് അച്ഛന് നൽകാൻ കഴിയാതിരുന്ന വിലപ്പെട്ട ആ നിമിഷങ്ങൾ, അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി ഇന്നും എന്നെ വേട്ടയാടുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി ഇന്നും എന്നെ വേട്ടയാടുന്നുണ്ട്. തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ആ സമയത്തെ ഓർത്ത് ഇന്നും ഞാൻ നീറുകയാണ്." സുഹൃത്ത് അല്പം കൂടി ചേർന്ന് നിന്ന് അവന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, "നീ നിന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. അമ്മ ചോദിക്കുന്ന ആ 5 മിനിറ്റ് നിന്റെ 5 വർഷത്തെ ജോലിയേക്കാൾ വിലമതിക്കുന്നതാണ്. അവർ കൂടെയുള്ളപ്പോൾ നമ്മൾ അവർക്ക് നൽകുന്ന പരിഗണനയാണ് ഏറ്റവും വലിയ മര്യാദ. ഒരു തണൽ ഉള്ളപ്പോൾ അത് ആസ്വദിക്കുക. തെറ്റിദ്ധാരണകൾക്കോ തിരക്കുകൾക്കോ വേണ്ടി ആ ബന്ധങ്ങളെ അറുത്തുമാറ്റരുത്." സുഹൃത്തിന്റെ വാക്ക് കേട്ട് മകൻ നിശബ്ദനായി. ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവൻ അകത്തേക്ക് നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ സുഹൃത്ത് പറഞ്ഞ ആ വലിയ സത്യം മുഴങ്ങുകയായിരുന്നു. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്നതിനേക്കാൾ നല്ലത് കൂടെയുള്ളപ്പോൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർക്കായി സമയം മാറ്റിവെക്കാൻ നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരവും അമൂല്യമാണ്. സ്വന്തം തെറ്റുകളിൽ നിന്ന് സ്വയം പഠിക്കുന്നതിനേക്കാൾ വിലയുള്ളത് മറ്റുള്ളവർ എപ്പോഴും അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. നാലാമത്തെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പനും അമ്മയും കൈവടിഞ്ഞ നേരം അപ്പനായി അമ്മയായി ഞാനുമുണ്ട്. സോദരീ സോദരേവരും മറന്നപ്പോൾ സാദരം ഞാൻ നിൻ ചരത്തുമുണ്ട്. സൗഹൃദമൊന്നൊന്നായടന്നു പോയപ്പോൾ
അകലാത്തൊരേക സുഹൃത്തായി ഞാനും. ബന്ധുക്കളേവരും തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ ഉള്ളിൻ്റെ ബന്ധമായി തീർന്നു. സത്യം തെളിയിക്കാൻ വാക്കുകളില്ലാതെ വലഞ്ഞപ്പോൾ സത്യമാം ഞാൻ നിന്നിൽ വാസം ചെയ്തു. അൾത്താര മുന്നിൽ കരഞ്ഞതുപോലും അപരാധമെന്നവർ ചൊല്ലിയപ്പോൾ കുഞ്ഞേ നിൻ ഹൃദയം അൾത്താരയാക്കി അതിനുള്ളിൽ ഞാനും ഉണ്ട്. കരയാതെ കുഞ്ഞേ കഥനം തുടരാതെ കുടുകൂട ചിരി തൂകി നിന്നിടുക. കാലിത്തൊഴുത്തിൽ പിറന്ന ഞാൻ പിന്നെ കാൽവരി കുരിശിൽ മരിച്ചതല്ലേ. ഉത്ഥാനമെന്നൊരു നിത്യസത്യം പുൽകിയില്ലേ ഞാനും. കുഞ്ഞേ നീ എന്നോട് കൂടെ വായോ, എന്നോട് കൂടെ മാത്രം, എന്നോട് കൂടെ മാത്രം, എന്നോട് കൂടെ മാത്രം, എന്നോട് കൂടെ മാത്രം. എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥനയോടെ.